ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈദ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്ന്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റും ഫ്രഷായി എന്താ പറയുക, ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാവേരിയാണ് ഇട്ടത്. അപ്പോൾ അത്യാവശ്യം സ്റ്റെയിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാ ഫുഡും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് മന്തിയാണ്. പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ട് ഗോൾഡിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ ഇട്ടണം. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പീൽ ഓഫ് മാസ്ക് ഇടാം കേട്ടോ. നോക്കൂ ഗൈസ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ആക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഹോം റെമഡി ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനത്തെ ഒരു മാസ്ക് ഫസ്റ്റ് ടൈമാണ്. നല്ല സ്മെല്ല് നോക്കലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഫേസിൽ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫേസ് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പീൽ ഓഫ് ചെയ്യാം. ആ സൈഡിൽ നിന്ന് ഇളക്കി നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പീലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമുക്ക് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് സ്ലൈസ് എടുത്തതിന് ശേഷം ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പെരുന്നാൾക്കും ഇതുപോലെ ബ്രെഡ് പുഡിങ് തന്നെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പുഡിങ് ആണ്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഗീ ആക്കി കൊടുത്തിട്ട് നമ്മളെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് 2 ഭാഗം ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. വേറൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ പാലിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ, കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര ഈസിയായ പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കേണ്ടത്. ഞാൻ മിഠായി മീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അധികം ടൈറ്റ് ആവണ്ട കേട്ടോ, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കവറാകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ദെൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ബ്രെഡ് വെച്ചിട്ട് വീണ്ടും അതുപോലെ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പുഡിങ് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഡിസൈനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ക്രഷ് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവർ നമുക്ക് എന്ത് ചെയ്യുക, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഞാൻ ഫ്രീസറിലാട്ടോ വെക്കുന്നത്, കുറച്ചൊന്ന് വേഗം പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നെയ്പത്തലും ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുൾ ആയിട്ടുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് സർബത്താണ്, അത് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കുക. ഇനി തണുത്ത പാലാട്ടോ ഒഴിച്ച് കൊടുക്കണ്ടേ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ആക്കുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ബൂസ്റ്റ് കൂടി ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ഡ്രിങ്കാണ് കേട്ടോ. അങ്ങനെ ഡ്രിങ്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വീടിൻ്റെ പുറത്ത് വന്നിരുന്നിട്ടാണുള്ളത്. അപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ, ഒരു 12:30 1 മണി ആ ഒരു സമയമായിരുന്നു. പുറത്ത് നല്ല വെയിലാണ് കൈസ്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ ആമാൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഓൾ വെസ്റ്റേണും ഞാൻ ട്രഡീഷണലാണ് എടുത്തിട്ടുണ്ടായത്. ഇനി എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഞാൻ ഷറാറയായിരുന്നു എടുത്തിട്ടുണ്ടായത്. ആൻഡ് മൈ ഫേവറേറ്റ് കളറാട്ടോ എടുത്തത്. അപ്പോൾ അങ്ങനെ ഇതാ റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ആമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഇതാ അവളുണ്ട്.
പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം കസ്റ്റാർഡും കൂടെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നേരെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം 5:30 കേട്ടോ. കുറേ ടൈം ഓർഡർ തന്നെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. സാധാരണ എനിക്ക് മന്തി ഇഷ്ടമല്ല, മന്തി കഴിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതും ടേസ്റ്റ് കൊണ്ടും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. കുറേ കഴിച്ചായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഇതാ ലാസ്റ്റ് പുഡിങ്ങും കൂടെ കഴിച്ചിട്ട് നമ്മൾ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.